പ്രൈസ് ദ ലോർഡ്. സ്റ്റേ ബ്ലെസ്ഡ് എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം വിശ്വാസികൾക്ക്, ക്രിസ്തീയ വിശ്വാസികൾക്ക് ക്രമേഷൻ അല്ലെങ്കിൽ ബോഡി ദഹിപ്പിക്കുന്ന കാര്യം അത് പാവമാണോ? മൃതശരീരം ദഹിപ്പിക്കുന്ന രീതിയിൽ സംസ്കരിക്കുന്നത് പാവമാണോ എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അനേകർ ചിന്തിക്കുന്ന അല്ലെങ്കിൽ സംശയിക്കുന്ന ഒരു വിഷയമാണ്. ഒരുപക്ഷെ ഈ കോവിഡിൻ്റെയൊക്കെ സമയത്ത് ഒരുപാട് മക്കൾ, ഒരുപാട് ദൈവദാസന്മാർ, ഒരുപാട് വിശുദ്ധരായി ജീവിച്ച് ക്രിസ്തീയമായ വിശ്വാസം മുറുകെ പിടിച്ച് നല്ല രീതിയിൽ ജീവിച്ചതായിട്ടുള്ള അനേക ദൈവമക്കളും വിശുദ്ധന്മാരും ഒക്കെയും ഗവൺമെൻറ്റിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് അവരെ ദഹിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ദഹിപ്പിക്കുമ്പോൾ അത് പാവമാണോ, അല്ലെങ്കിൽ അങ്ങനെ ദഹിപ്പിക്കുമ്പോൾ അവരുടെ നിത്യം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ ചിന്തിക്കുന്ന പല വ്യക്തികളുമുണ്ട്, പല ചോദ്യങ്ങളുമുണ്ട്, സംശയങ്ങളുമുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്രിസ്തീയ വിശ്വാസിയെ അടക്കം ചെയ്യണം, ഇന്നതിൽ അടക്കം ചെയ്യണം എന്ന് പറയുന്ന ബൈബിളിൽ നമുക്കൊരു ഭാഗവും പ്രത്യേകിച്ച് കാണാൻ കഴിയുന്നില്ല. ഇന്ന രീതിയിൽ അടയ്ക്കാലും മാത്രമേ അവർ ഉയർക്കത്തുള്ളൂ എന്നൊന്നും നമുക്ക് ബൈബിളിനകത്ത് കാണുന്നില്ല. നമ്മൾ ഫോർ എക്സാമ്പിൾ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അതിൻ്റെ 52 മുതൽ വായിക്കുമ്പോൾ, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണും വയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരാ ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. തെസ്സലോനിക്ക ലേഖനത്തിലും പറയുന്നു, 4-ാം അധ്യായം, ഫസ്റ്റ് തെസ്സലോനിക്ക 4-ാം അധ്യായം 16-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, കർത്താവ് താൻ ഗംഭീര നാദത്തോടു കൂടി പ്രധാന ശബ്ദത്തിൽ ദൈവത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊപ്പം വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. അവിടെ നമ്മൾ കാണുന്നുണ്ട്, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ മുമ്പേ ഉയർക്കും. അപ്പോൾ അടക്കത്തെക്കുറിച്ച് വാസ്തവം പറഞ്ഞാൽ ബൈബിളിൽ നമ്മളൊന്നും തന്നെ കാണുന്നില്ല. നമുക്കറിയാം, ഒരുപാട് ദൈവമക്കൾ, ഒരുപാട് വിശുദ്ധന്മാർ ആദ്യകാലങ്ങളിലൊക്കെ അവരുടെ വിശ്വാസ നിമിത്തം, അവരുടെ ക്രിസ്തുവിലുള്ള അവരുടെ വിശ്വാസ നിമിത്തം, അവരുടെ സാക്ഷ്യം നിമിത്തം അപ്പോസ്തലിക കാലഘട്ടങ്ങളിലും അതിനുശേഷവുമൊക്കെ അനേക വിശുദ്ധന്മാരെ ആ കാലഘട്ടങ്ങളിലുള്ള ഭരണാധികാരികൾ അവരെ പീഡിപ്പിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. അവിടെ തന്നെ ജീവനോടുകൂടെ തന്നെ അവരെ വിളക്കുകല്ലാക്കി നിർത്തി കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മരണത്തിൽ കൂടി അനേക വിശുദ്ധന്മാർ കടന്നു പോയിട്ടുണ്ട്. കോവിഡ് സമയത്ത് അനേക വിശുദ്ധന്മാരെ അപ്രകാരം ദഹിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള പ്രോട്ടോക്കോൾ അനുസരിച്ച്. അതുപോലെ അനേക വിശുദ്ധന്മാർ ഈ ബോംബിങ്ങിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ, 2ാം ലോക മഹായുദ്ധം, 1ാം ലോക മഹായുദ്ധങ്ങളിലൊക്കെ ബോംബിങ്ങിൽപ്പെട്ട് അനേകർ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അവർ അഗ്നിക്കിരയായിട്ടുണ്ട്. അനേക വിശുദ്ധന്മാർ പ്ലെയിൻ ക്രാഷിൽപ്പെട്ട് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഒരിക്കലും തന്നെ നമുക്കാർക്കും ജഡ്ജ് ചെയ്യാൻ കഴിയില്ല. അവരാരും ഉയർക്കത്തില്ലെന്നോ, അവരാരും വീണ്ടും കർത്താവിൻ്റെ കാഹളം ധനിക്കുമ്പോൾ, കർത്താവ് മടങ്ങി വരുമ്പോൾ ഉയർക്കുകയില്ല എന്നോ ഒരിക്കലും നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. അങ്ങനെ ബൈബിൾ സംബന്ധമായിട്ട് അതിനും കാണാൻ കഴിയില്ല. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ പല വ്യക്തികളും, പ്രത്യേകിച്ച് ശവസംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ ഓൾഡ് ടെസ്റ്റമെൻ്റ് പഠിക്കുമ്പോൾ അബ്രഹാമിൻ്റെ അടക്കത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഇസ്ഹാക്കിൻ്റെ അടക്കത്തെക്കുറിച്ച് പറയുന്നുണ്ട്, യാക്കോബിൻ്റെ അടക്കത്തെക്കുറിച്ച് പറയുന്നുണ്ട്, യോസഫിൻ്റെ അടക്കത്തെക്കുറിച്ച്, അങ്ങനെ പല ദൈവദാസന്മാരുടെ അടക്കത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഈ അടക്കത്തെക്കുറിച്ചെല്ലാം പറയുന്നുണ്ടെങ്കിലും പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, സ്റ്റേഫാനോസിനെ ഭക്തിയുള്ള പുരുഷന്മാർ അടക്കം ചെയ്തു. അപ്പോൾ ഇങ്ങനെ അടക്കം ചെയ്തതായിട്ട് കാണുന്നുണ്ടെങ്കിലും ഈ ക്രിസ്തീയമായ അടക്കവും ആ മരിച്ചുപോയ ആളുടെ ആ ഒരു സാൽവേഷനുമായിട്ട് ബന്ധമില്ല. ഒരുവൻ ക്രിസ്തുവിൽ മരിക്കുന്നുവെങ്കിൽ അവൻ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് പോകും. പാപത്തിൽ മരിക്കുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്യും? പാതാളത്തിലേക്ക് പോകും. ഒരിക്കലും ഒരു വ്യക്തിയുടെ അടക്കമല്ല. ഈ അടക്കം വാസ്തവത്തിൽ ചെയ്യുന്നതെന്ന് പറയുന്നത്, അടക്കം മരിച്ചുപോയ ആൾക്ക് വേണ്ടിയല്ല ശരിക്കും അടക്കം ചെയ്യുന്നത്. മരിച്ചുപോയ ആൾ മരിച്ച ആ സെക്കൻഡിൽ തന്നെ അദ്ദേഹം പോകേണ്ടടുത്ത് പോയി കഴിഞ്ഞു, ആത്മാവ് പോകേണ്ടടുത്ത് പോയി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആർക്കാണ് ശുശ്രൂഷ? ആ അടക്ക ശുശ്രൂഷ ചെയ്യുന്നത് ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്ന തൻ്റെ ബന്ധുക്കളുടെ ആശ്വാസത്തിന് വേണ്ടി,
തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, തൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന, തൻ്റെ ഈ വേർപാടുമായി ബന്ധപ്പെട്ട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയാണ് വാസ്തവം പറഞ്ഞാൽ ഈ ശുശ്രൂഷ, ഈ ഫ്യൂണറൽ സർവീസ് നടത്തുന്നത്. പോകേണ്ടവർക്ക് വേണ്ടിയല്ല. പോകേണ്ടവർക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്തിട്ട് ഒരു പ്രാർത്ഥനയ്ക്കും അതിന് ഫലമില്ല. കാരണം അവർ പോകേണ്ടടുത്ത് പോയി കഴിഞ്ഞു. കാരണം എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഓൾറെഡി ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഒരുവൻ ചെയ്ത പ്രവൃത്തി നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. അപ്പോൾ ഈ ലോകത്തിലുള്ള ജീവിതമാണ് ഒരു വ്യക്തിയുടെ രക്ഷ നിർണ്ണയിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സാൽവേഷൻ നിർണ്ണയിക്കുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, മാനസാന്തരപ്പെട്ട വ്യക്തിയാണെങ്കിൽ, യേശുവിനെ സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി മരിക്കുമ്പോൾ തന്നെ പോകേണ്ടടുത്ത് പോയി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു ശവസംസ്കാര ശുശ്രൂഷയും ആ വ്യക്തിയുടെ, മരിച്ച വ്യക്തിയുടെ രക്ഷയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, ബൈബിൾ പ്രകാരമില്ല. അപ്പോൾ ഇന്ന് ദൈവമക്കളെ, ഒരുപക്ഷെ ഒരു വീട്ടിൽ ഒരുപക്ഷെ ഒരു മാതാവ് മരിച്ചു. ആ മാതാവിൻ്റെ മക്കൾ ഒരുപക്ഷെ 3 മക്കളുണ്ടാകാം, 4 മക്കളുണ്ടാകാം. അതിൽ ഒരാൾ മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ, ബാക്കി 3 മക്കൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ആ 3 മക്കളും പറയുകയാണ്, അമ്മയെ ഒരുപക്ഷെ മറ്റൊരു വിശ്വാസത്തിൽ അടക്കണം, അല്ലെങ്കിൽ അമ്മയെ ദഹിപ്പിക്കണം എന്ന് പറയുകയാണ്. ഈ ഒരു വ്യക്തി മാത്രമേ രക്ഷയിലേക്ക് വന്ന് കാണത്തുള്ളൂ. ആ വ്യക്തി പറയുകയാണ് എൻ്റെ അമ്മയെ അടക്കം ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു ബൈബിൾ പ്രകാരം നമ്മൾ സമാധാനത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ദൈവമക്കളാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ സമാധാനത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ ബോഡിയുടെ പേരിൽ സഹോദരങ്ങളായിട്ട് വഴക്കുണ്ടാക്കുവാനോ, അല്ലെങ്കിൽ അവരെ ഞാൻ ഈ അടക്കമുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ അതിന് പോലീസ് സ്റ്റേഷനിൽ പോകാനോ, കേസ് കൊടുക്കുവാനോ ഒന്നും ഒരു ക്രിസ്തീയമായ നമ്മുടെ വിശ്വാസം നമ്മൾ അനുവദിക്കുന്നില്ല. കാരണം ആ മാതാവ് യേശുവിനെ സ്വീകരിച്ചെങ്കിൽ ആ മാതാവ് പോകാനടുത്ത് പോയി കഴിഞ്ഞു. പിന്നെ ഒരു ക്രിസ്തീയമായ അടക്കത്തിന് ശേഷം മാതാവ് പറയുകയാണ്, ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് ക്രിസ്തീയ അടക്കം വേണമെന്നൊക്കെ പറഞ്ഞ് ബില്ല് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ലെവലിൽ മാതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അല്ലാത്ത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ വചനപ്രകാരം ആ മാതാവിനെ അടക്കം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തർക്കത്തിനോ വഴക്കത്തിനോ പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് മാതാവാകാം, പിതാവാകാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആ വ്യക്തി ക്രിസ്തുവിലാണെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും കർത്താവിലെത്തിക്കഴിയും. ഇനി അടക്കുവാൻ കഴിവുണ്ടെങ്കിൽ, അടക്കാനുള്ള ഒരു അനുവാദമോ അല്ലെങ്കിൽ അടക്കാനുള്ളൊരു സാഹചര്യമോ ബന്ധുക്കളിലുണ്ടെങ്കിൽ അടക്കം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതിൻ്റെ കാരണം എന്താണ്? ക്രിസ്തീയമായ രീതിയിൽ സെമിത്തേരിയിലുള്ള സംസ്കരണം, അല്ലെങ്കിൽ സെല്ലാറിലുള്ള സംസ്കരണം, അതിനുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും തീർച്ചയായിട്ടും അത് സന്തോഷമാണ്. നമുക്ക് വചനം പങ്കിടാൻ നല്ല അവസരമാണ്, അവർക്ക് ആശ്വാസം പറയാൻ പറ്റിയൊരു അവസരമാണ്. അപ്പോൾ ആ നിലയിൽ അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെ ലഭിച്ചില്ലെങ്കിൽ തന്നെ നിരാശപ്പെടേണ്ട ആവശ്യമില്ല, ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അയ്യോ, ഞാൻ ഇങ്ങനെ അടക്കിയത് കൊണ്ട് അമ്മ നരകത്തിൽ പോകും, ഒരിക്കലും പോകത്തില്ല. അടക്കവുമായിട്ട് ബന്ധമില്ല. ഒരാളുടെ വിശ്വാസം, അല്ലെങ്കിൽ ഒരാളുടെ രക്ഷ, അയാളുടെ സാൽവേഷൻ, അയാളുടെ എറ്റേണിറ്റി, നിത്യത ഒരിക്കലും അടക്കവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഫോർ എക്സാമ്പിൾ, ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ലാസർ മരിച്ചു. ലൂക്കോസ് 16-ാം അധ്യായം 22. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. 23, ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ ഈ ലാസറിൻ്റെ അടക്കത്തെക്കുറിച്ച് പറയുന്നില്ല. ലാസർ മരിച്ചപ്പോൾ ദൂതന്മാർ വന്ന് അബ്രഹാമിൻ്റെ മടിയിലേക്ക് നേരിട്ട് കൊണ്ടുപോയി. ധനവാൻ മരിച്ചു, അടക്കം. അപ്പോൾ നല്ല അടക്കം കിട്ടിയ ധനവാനായിരുന്നു. അപ്പോൾ നല്ല അടക്കം ധനവാന് കിട്ടിയെങ്കിലും ധനവാൻ എങ്ങോട്ട് പോയില്ല. ധനവാൻ ദൈവസന്നിധിയിലേക്ക് പോയില്ല, അല്ലെങ്കിൽ പർദീസിലേക്ക് പോയില്ല. ധനവാൻ യാതനാ സ്ഥലത്ത് ഹെല്ലിലേക്കാണ് പോയത്. ലാസറിന് ഒരു പക്ഷേ അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു നല്ല അടക്കം പോലും കിട്ടിക്കാണാൻ സാധ്യതയില്ല, കാരണം ദരിദ്രനായ വ്യക്തിയായിരുന്നു. അപ്പോൾ ആ ലാസർ ഒരു പക്ഷേ കോർപ്പറേഷൻകാരാണോ മറുപടി എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ എങ്കിലും ആ ലാസറിന് എന്ത് സംഭവിച്ചു? ലാസർ പർദീസിലേക്ക് പോയി. അപ്പോൾ ഒരാളുടെ അടക്കവുമായിട്ട് അയാളുടെ എറ്റേണിറ്റിക്ക്, നിത്യതയ്ക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വീണ്ടും നമുക്ക് പല എക്സാമ്പിളും കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്.
ഉൽപ്പത്തി പുസ്തകം 3:19, സങ്കീർത്തനം 93, ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ വചനം പറയുന്നു, മനുഷ്യ നീ ഒരു പൊടിയാകുന്നു, നീ പൊടിയാകുന്നു, നീ പൊടിയിലേക്ക് തിരികെ ചേരും. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ്. തീർച്ചയായിട്ടും മനുഷ്യൻ, അവൻ മണ്ണോട് നിർമ്മിക്കപ്പെട്ടവനാണ്. അവൻ തീർച്ചയായിട്ടും മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും. നമ്മൾ ഈ ക്രമേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദഹിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ 10 മിനിറ്റിനകത്ത് മണ്ണിലേക്ക് തിരികെ ചേരും. പക്ഷെ നമ്മൾ ശവസംസ്കാരം ചെയ്ത് ബോഡി അടക്കം ചെയ്യുമ്പോൾ ആ 10 മിനിറ്റ് എന്നുള്ളത് ചില 10 വർഷം എടുക്കും. ആ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും തന്നെ ശവസംസ്കാരം ഒരുപക്ഷെ അടക്കം ചെയ്യുന്നത്, ദഹിപ്പിക്കുന്നത് ഒരിക്കലും പാവമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ഒരുപക്ഷെ നിങ്ങളുടെ ഉറ്റവരെയൊക്കെ അടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറ്റബോധത്തിൽ കഴിയേണ്ട ആവശ്യമില്ല, നിങ്ങൾ വേദനയിൽ കഴിയേണ്ട ആവശ്യമില്ല. കാരണം ആ അടക്കവും അവരുടെ നിത്യതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അടക്കം ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുന്നത് പ്രവൃത്തികൾ അപ്പോസ്തല പ്രവൃത്തി 4:12, മറ്റൊരുതനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുന്ന ആകാശത്തിൻ്റെ കീഴിൽ വേറൊരു നാമവുമില്ല, യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അപ്പോൾ ഏത് വ്യക്തിയാണെങ്കിലും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ആ യേശു എൻ്റെ കർത്താവാകുമെന്ന് പറഞ്ഞ് ആര് സ്വീകരിക്കുന്നുവോ, ആര് ആ യേശു വിശ്വസിക്കുന്നുവോ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും രക്ഷിക്കപ്പെടാൻ കഴിയും. അവർക്ക് തീർച്ചയായിട്ടും അവരുടെ സമയമാകുമ്പോൾ, കർത്താവിൻ്റെ വരവിലോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ജീവിതത്തിൻ്റെ അവസാനമാകുമ്പോഴോ അല്ലെങ്കിൽ അവർ ഈ ലോകം വിട്ട് പോകുമ്പോഴോ തീർച്ചയായിട്ടും നിത്യജീവൻ അവർക്ക് ലഭിക്കുന്ന അനുഭവം ഉണ്ടാവുക. എറ്റേണലായിട്ടുള്ളൊരു ലൈഫിലേക്ക് അല്ലെങ്കിൽ പർദീസയിലേക്ക് പോകുവാനായിട്ട് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് കർത്താവ് അവരെ സഹായിക്കും. അടക്കവുമായിട്ട് ഈ ഒരു നിത്യതയ്ക്ക് അല്ലെങ്കിൽ സ്വർഗവുമായിട്ട് അടക്കത്തിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ദൈവമക്കൾ മനസ്സിലാക്കണം. ഗോഡ് ബ്ലസ് യു.